2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലെത്തി. ഇന്ത്യ-സൗദി സൗഹൃദത്തിന്റെ ഭാഗമായി നിരവധി ധാരണാപത്രങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കും. ഉച്ചയ്ക്ക് 1:15 പ്രധാനമന്ത്രി വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം റിയാദ് സൗദി വിമാനത്താവളത്തിൽ റോയൽ ടെർമിനൽ ഇറങ്ങിയത്. ശേഷം കിങ് സൌദ് ഗസ്റ്റ് പാലസിലെത്തിയ മോദിയെ ഇന്ത്യൻ എംബസി DCM ഹേമന്ത് കൊട്ടൽവാർ സ്വീകരിച്ചു. സൗദി ആസൂത്രണ വകുപ്പ് മന്ത്രി ആദിൽ ഹക്കീർ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. വിശ്രമത്തിന് ശേഷം വൈകിട്ട് 4:45 റിയാദ് ഗവർണറേറ്റിനോട് ചേർന്ന് കിടക്കുന്ന സൗദിയുടെ പൌരാണിക ഭരണസിരാ കേന്ദ്രമായ മസ്ബക് കോട്ട അദ്ദേഹം സന്ദർശിച്ചു. ശേഷം റിയാദിലെ ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പൌരസമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. സുരക്ഷാ നടപടികളുടെ ഭാഗമായി കർശന നിയന്ത്രണമുള്ളതിനാൽ ക്ഷണിക്കപ്പെട്ട പ്രമുഖർ മാത്രമാണ് ഈ പരിപാടിയിൽ സംബന്ധിച്ചത്. 6:15 മുതൽ 7:15 വരെ റിയാദ് മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ പ്രമുഖ ഇന്ത്യൻ കമ്പനിയായ L&Tയുടെ നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശം പ്രധാനമന്ത്രി സന്ദർശിച്ചു. രാത്രി കിങ് അബ്ദുള്ള പെട്രോളിയം റിസർച്ച് സെന്ററിൽ പ്രധാനമന്ത്രിയുടെ ബഹുമാനാർത്ഥം കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ നായിഫ് ഒരുക്കുന്ന വിരുന്നിൽ മോദി പങ്കെടുത്തു. നാളെ 9 മണിക്ക് സൗദിയിലെ പ്രമുഖരായ 30 വ്യവസായ സംരംഭകരുമായി മോദി ആശയവിനിമയം നടത്തും. ഇതിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, L&T ചെയർമാൻ, ടാറ്റ ചെയർമാൻ, ITL ഇറാൻ ഗ്രൂപ്പ് CMD ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് എന്നിവരും പങ്കെടുക്കും. ഇന്ത്യയിലെ അടിസ്ഥാന വികസന മേഖലയിൽ നിക്ഷേപം നടത്താൻ സംരംഭകരെ മോദി ക്ഷണിക്കും. ഉച്ചയ്ക്ക് സൗദി ഭരണാധികാരി സൽമാൻ രാജാവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ-സൗദി സൗഹൃദത്തിന്റെ ഭാഗമായി നിരവധി ധാരണാപത്രങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കും. വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങും. ന്യൂസ് ബ്യൂറോ, ദമ്മാം. കുവൈറ്റിൽ വൈദ്യുത ചാർജ് വർധനയ്ക്ക് സാധ്യത. ചാർജ് വർധന അനിവാര്യമായി വന്നിരിക്കുകയാണെന്ന് വൈദ്യുത ജലവകുപ്പ് മന്ത്രി അഹമ്മദ് അൽ ജാസർ പറഞ്ഞു. നിലവിലെ കിലോവാട്ടിന് 2 ഫിൽസ് എന്നത് പര്യാപ്തമായ നിരക്കല്ല. മന്ത്രിയെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം അൽ അൽബയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പുതുക്കിയ നിരക്കുകളുടെ നിർദ്ദേശം ദേശീയ അസംബ്ലി സാമ്പത്തിക സമിതി ചർച്ച ചെയ്യും. വിദേശികൾ താമസിക്കുന്ന ഫ്ളാറ്റുകളിൽ 1000 കിലോവാട്ടിന് 5 ഫിൽസ് വീതവും 1000-2000 വരെ 10 ഫിൽസ് വീതവും അതിനു മുകളിലുള്ള ഓരോ കിലോവാട്ടിനും 15 ഫിൽസ് വീതവും ഈടാക്കും. വൈദ്യുത ചാർജിനൊപ്പം വെള്ളത്തിന്റെ ചാർജ് വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ കഴിഞ്ഞ 4 ദിവസമായി നടന്ന ജൈടെക് ഷോപ്പർ സമാപിച്ചു. മിഡിൽ ഈസ്റ്റിലെ ശ്രദ്ധേയമായ ഈ ഇലക്ട്രോണിക്സ് പ്രദർശനത്തിൽ 10,000-കണക്കിന് സന്ദർശകരാണ് എത്തിയത്. ദുബായ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇലക്ട്രോണിക്സ് രംഗത്തെ മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട പ്രദർശനങ്ങളിലൊന്നാണ് ജൈടെക് ഷോപ്പർ. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ജൈടെക് ഷോപ്പർ സന്ദർശകരുടെയും ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാതാക്കളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് സന്ദർശകരാണ് മേളയുടെ ആദ്യ ദിനം മുതൽ എത്തിയിരുന്നത്. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ലാപ്ടോപ്പുകൾ, HD TVകൾ, ക്യാമറകൾ, വാച്ചുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. വൻ വിലക്കുറവും ഓഫറുകളും നൽകിയാണ് ഇലക്ട്രോണിക് കമ്പനികൾ ഉപഭോക്താക്കളെ കയ്യിലെടുത്തത്. കസ്റ്റമേഴ്സിന് നല്ല ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ ആളുണ്ട്. കാരണം ആളുകൾ നോക്കുന്നത് നല്ല ബെസ്റ്റ് ഓഫർ, നല്ല പ്രൈസ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. നല്ല ക്രൗഡാണ്, നല്ല റെസ്പോൺസാണ്. കോടിക്കണക്കിന് ദൃഹത്തിന്റെ വ്യാപാരമാണ് ജൈടെക് ഷോപ്പറിൽ നടന്നത്. ദുബായിലെ വാണിജ്യ രംഗത്തിന് കൂടുതൽ കുതിപ്പ് പകരുന്നതായിരുന്നു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ 4 ദിവസമായി നടന്ന ജൈടെക് ഷോപ്പർ. ന്യൂസ് ബ്യൂറോ, ദുബായ്. കുവൈറ്റിൽ സ്പോൺസറുടെ അനുമതിയില്ലാതെ കമ്പനി മാറാൻ അനുമതി നൽകാൻ മാൻ പവർ അതോറിറ്റി തീരുമാനിച്ചു. ഒരു കമ്പനിയിൽ 3 വർഷം കഴിഞ്ഞ വിദേശ തൊഴിലാളികൾക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയും. നിലവിൽ കുവൈറ്റിൽ കമ്പനി മാറുന്നതിന് സ്പോൺസറുടെ അനുമതി വേണം. കഫീൽ സമ്പ്രദായം ഘട്ടഘട്ടമായി ഒഴിവാക്കിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. അനധികൃത താമസക്കാർക്കായി കുവൈറ്റിലെ മെഹബൂള മേഖലയിൽ നടത്തിയ തെരച്ചിലിൽ 1023 പേരെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. മേഖലയിലേക്കുള്ള എല്ലാ പ്രധാന വഴികളും അടച്ച ശേഷമാണ് തെരച്ചിൽ പോലീസ് നടത്തിയത്. കുവൈറ്റിലെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടത്തിയ പരിശോധനയ്ക്ക് 500ഓളം ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തതായി കുവൈറ്റ് ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി സുലൈമാൻ അൽ ഫഹദ് അറിയിച്ചു. വരും ദിവസങ്ങളിലും അനധികൃത താമസക്കാർക്കായിട്ടുള്ള തെരച്ചിൽ കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ ഡെൽമൺ ആർട്ടിസ്റ്റ് പ്രൊഡക്ഷനും കൈരളി TV ബഹ്റൈൻ ബ്യൂറോയും സസ ബഹ്റൈനും സംയുക്തമായി സംഘടിപ്പിച്ച കലാഭവൻ മണി അനുസ്മരണം നിലക്കാത്ത മണികിലുക്കം കോൺകോർഡ് ഹോട്ടലിൽ നടന്നു. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. അതുല്യ നടൻ കലാഭവൻ മണിയുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കോൺകോർഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കുടുംബസമേതമാണ് മണിയെ സ്നേഹിക്കുന്നവർ എത്തിയത്.
സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, സെക്രട്ടറി NK വീരമണി, ബഹ്റൈനിലുള്ള മണിയുടെ ആത്മസുഹൃത്ത് മനോജ് മയ്യന്നൂർ, ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ, വൈസ് ചെയർമാൻ R പവിത്രൻ, സാംസ ബഹ്റൈൻ രക്ഷാധികാരി ഡോക്ടർ മുഹമ്മദ് റഫീഖ്, ലീഗൽ അഡ്വൈസർ ബാബുരാജ് മാഹി, കൈരളി TV ബഹ്റൈൻ ഫ്രാഞ്ചൈസി മാനേജിംഗ് ഡയറക്ടർ ഷെറിൻ ഫ്രാൻസിസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സദസ്സിലുള്ളവരും മണിയെ അടുത്തറിയാവുന്ന ചാലക്കുടി നിവാസികളുമെല്ലാം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കലാഭവൻ മണിയുടെ വിയോഗത്തെ അനുസ്മരിച്ചു. കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകൾ പാടി പ്രശസ്തനായ ചാർലിയുടെ നാടൻ പാട്ടോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത്. പിന്നീട് കുട്ടികളും മുതിർന്നവരുമെല്ലാം കലാഭവൻ മണിയുടെ പ്രശസ്തമായ നാടൻ പാട്ടുകളുമായി വേദിയിലെത്തി. നാടകങ്ങളിലൂടെയും നാടൻ പാട്ടുകളിലൂടെയും ബഹ്റൈനിലുള്ളവർക്ക് സുപരിചിതനായ ദിനേശ് കുറ്റിയിൽ ചടങ്ങ് നിയന്ത്രിച്ചു. അനിൽ K. നായർ, പ്രമോദ് തിരൂർ എന്നിവർ നേതൃത്വം നൽകി. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. കേരളത്തിലെ ക്രിസ്തീയ എപ്പിസ്കോപ്പൽ സഭകളുടെ ഐക്യവേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഗൾഫ് സോണിന്റെ ആഭിമുഖ്യത്തിൽ ഈസ്റ്റർ സംഗമം സംഘടിപ്പിച്ചു. അബുദാബി ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം CSI സഭാ ബിഷപ്പ് ഡോക്ടർ തോമസ് K. ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. KCC ചെയർമാൻ ഫാദർ MC മത്തായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ സഭകളിലെ മെത്രാപ്പൊലീത്തമാർ സംസാരിച്ചു. വിവിധ ഇടവകളിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന പട്ടക്കാർക്ക് യാത്രയപ്പ് നൽകുന്ന ചടങ്ങിൽ ജനറൽ കൺവീനർ ബിജു പാപ്പച്ചൻ, ഫാദർ CC എലിയാസ് മുതലായ പ്രമുഖർ സംസാരിച്ചു. തുടർന്ന് നടന്ന കലാപരിപാടികൾക്ക് ലോക റെക്കോർഡ് ജേതാവ് ഡോക്ടർ എബിൻ ജോർജ് നേതൃത്വം നൽകി. മസ്കറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗത്തിന്റെ യുവജനോത്സവത്തിൽ 93 പോയിന്റുമായി ദാർസൈറ്റ് ഇന്ത്യൻ സ്കൂൾ മുന്നിട്ട് നിൽക്കുന്നു. 80 പോയിന്റുമായി മസ്കറ്റ് ഇന്ത്യൻ സ്കൂളാണ് തൊട്ടുപിറകിൽ. നൃത്തം, സംഗീതം എന്നീ ഇനങ്ങളിലെ സോളോ മത്സരങ്ങൾ പൂർത്തിയായി. മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂളിലാണ് യുവജനോത്സവം നടക്കുന്നത്. വ്യത്യസ്ത ഇനങ്ങളിൽ നടക്കുന്ന കലാമത്സരങ്ങളിൽ ഒമാനിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 1500-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 8, 9 തീയതികളിലായി മത്സരങ്ങൾ തുടരും. റാസൽ ഖൈമ ചേതന വടംവലി മത്സരം സംഘടിപ്പിച്ചു. UAE-ലെ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. റാസൽ ഖൈമ ഐസ്ലാൻഡ് വാട്ടർ പാർക്കിൽ നടന്ന മത്സരത്തിൽ മലബാർ ടീം ജേതാക്കളായി. സേഫ് കേച്ച് റാസൽ ഖൈമ 2ാം സ്ഥാനവും നെക്സസ് അബുദാബി 3ാം സ്ഥാനവും സ്വന്തമാക്കി. വൻകിട കമ്പനികളുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടിയും വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപമിറക്കിയും എണ്ണയിതര മേഖലകളിലൂടെ വരുമാനം കണ്ടെത്തുമെന്ന് സൗദി 2ാം കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞു. പ്രമുഖ വാർത്താ ഏജൻസിയായ ബ്ലൂബബ് റഗ്മായി അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനായി $2 ട്രില്യൺ നാണയനിധി രൂപീകരിക്കുന്ന കാര്യം സൗദി 2ാം കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വൻകിട കമ്പനികളുടെ ഓഹരികൾ വാങ്ങിക്കാൻ ഈ ഫണ്ട് സഹായകമാകും. അടുത്ത 20 വർഷങ്ങൾ പിന്നിടുമ്പോൾ രാജ്യത്ത് എണ്ണയെ പ്രധാന വരുമാന സ്രോതസ്സായി കാണുന്ന പ്രവണത ഒഴിവാകും. വരുന്ന 2020 ആവുമ്പോഴേക്കും ഫണ്ടിന്റെ 50% വിദേശ നിക്ഷേപത്തിലൂടെ ലഭ്യമാക്കും. കഴിഞ്ഞ ജൂലൈയിൽ കൊറിയയിലെ ബോസ്കോ കമ്പനിയുടെ 38% ഇതിനകം സ്വന്തമാക്കി. $1.1 ബില്യൺ ഇത് നേടിയത്. റഷ്യയിൽ $10 ബില്യൺ നിക്ഷേപം ഇതേ മാസം സൗദി നേടിയിരുന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടുതൽ തുക ചിലവഴിക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബജറ്റിന്റെ 40% ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അടുത്ത വർഷം സൗദി അരാംകോയുടെ 5% ഓഹരി വിൽപ്പന നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ഫണ്ടാണ് സൗദി രൂപീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഫണ്ട് രൂപീകരണം പൂർത്തിയായാൽ എണ്ണയെ ആശ്രയിക്കാതെ സൗദിക്ക് മുന്നോട്ടു പോകാൻ സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദമാം. കിഴക്കൻ പ്രവിശ്യയിൽ റോഡ് അപകടത്തിൽപ്പെട്ട വിദേശികളിൽ 2ാം സ്ഥാനത്തുള്ളവർ ഇന്ത്യക്കാരാണ്. സൗദിയിൽ ഓരോ 70 മിനിറ്റിലും റോഡ് അപകടം മൂലം ഒരാൾ മരണപ്പെടുന്നുവെന്ന് സൗദിയിലെ റോഡ് അപകടങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു. റോഡ് അപകടം മൂലം വർഷത്തിൽ 7800 പേർ മരണപ്പെടുന്നു. ദിവസങ്ങളിൽ 21 പേരുടെ ജീവനാണ് സൗദി റോഡുകളിൽ പൊലിയുന്നത്. കിഴക്കൻ പ്രവിശ്യയിൽ കഴിഞ്ഞ 6 മാസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളിൽ 1234 പേർ മരിച്ചു. കിഴക്കൻ പ്രവിശ്യയിലെ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടവരും പരിക്കുപറ്റിയവരിലും 60% പേരും സ്വദേശികളാണ്. റോഡ് അപകടങ്ങളിൽപ്പെട്ടവരിൽ വിദേശികളിൽ കൂടുതൽ പേർ പാകിസ്ഥാനികളാണ്. സൗദി അറേബ്യ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രവാസി വിഷയങ്ങളിൽ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട്
നവോദയ സാംസ്കാരിക വേദി ഈസ്റ്റേൺ പ്രൊവിൻസ് കമ്മിറ്റി വിശദമായ നിവേദനം അയച്ചുകൊടുത്തു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇമെയിൽ വഴി അയച്ചുകൊടുത്ത നിവേദനത്തിന്റെ കോപ്പി വിദേശകാര്യമന്ത്രിയുടെ ഓഫീസിനും കൈമാറി. സൗദി അറേബ്യ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രവാസി വിഷയങ്ങളിൽ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് നവോദയ സാംസ്കാരിക വേദി ഈസ്റ്റേൺ പ്രൊവിൻസ് കമ്മിറ്റി വിശദമായ നിവേദനം അയച്ചുകൊടുത്തത്. തൊഴിൽ കരാറിൽ ഇന്ത്യൻ എംബസിയെ ഭാഗഭാക്കാക്കുക, വലിയ വിഭാഗം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ദമാമിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഫീസ് തുറക്കുക, വിവിധ പ്രവിശ്യ കേന്ദ്രങ്ങളിൽ പ്രവാസി ഇന്ത്യക്കാരുടെ സഹായത്തിനായി നിയമസഹായ കേന്ദ്രങ്ങൾ തുറക്കുക, ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ പ്രത്യേക വിഭാഗമായി കണ്ട് ആവശ്യമായ പരിഗണന നൽകുക, ഇവിടെ മരണമടയുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് നിവേദനത്തിലൂടെ നവോദയ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദമാം. തിരുവനന്തപുരം ജില്ലാ ബാലരാമപുരം സ്വദേശിയും നവോദയ ഹഫൂഫ് മസ്റൂയ യൂണിറ്റ് അംഗവുമായ ധർമ്മരാജന്റെ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് നാട്ടിൽ പോകാനുള്ള വിമാന ടിക്കറ്റ് യൂണിറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ട്രഷറർ കൃഷ്ണൻകുട്ടി കൈമാറി. യൂണിറ്റ് സെക്രട്ടറി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് പോൾ വള്ളിക്കാവ്, മേഖലാ കമ്മിറ്റി അംഗം സന്തോഷ്, രാജൻ കണിയാപുരം എന്നിവർ പങ്കെടുത്തു. തിരികെ വാർത്തകളിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ കടുത്ത പ്രതിസന്ധി. സോണിയാഗാന്ധി അടക്കമുള്ളവരുമായി കേരള നേതാക്കൾ ഇന്ന് നടത്തിയ മാരത്തോൺ ചർച്ചകൾ പരാജയപ്പെട്ടു. അടുത്ത ചർച്ച ഇന്ന് വേണമെന്ന കാര്യം AICC തീരുമാനിക്കുമെന്ന് VM സുധീരൻ പറഞ്ഞു. അടൂർ പ്രകാശും K ബാബുവും മാറി നിൽക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം ഉമ്മൻചാണ്ടി വീണ്ടും തള്ളി. ആന്റണി ഉമ്മൻചാണ്ടിയെ ചർച്ചയ്ക്ക് വിളിച്ചു. ഉമ്മൻചാണ്ടി ഉടൻ കേരളത്തിലേക്ക് മടങ്ങും. എന്നാൽ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നും ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും VM സുധീരൻ പ്രതികരിച്ചു. വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. വളരെ തൃപ്തികരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇനി അതിൻ്റെ ചില ഏറ്റവും ഒരു വക്കിലെത്തി നിൽക്കുന്ന ഒരു അല്ലല്ല ഇതിപ്പോ ഭിന്നതയുടെ പ്രശ്നമല്ലല്ലോ, തീരുമാനത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അല്ല, ഭിന്നതയല്ല, ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് അത് പൂർത്തിയാക്കി എത്രയും വേഗത്തിൽ പ്രഖ്യാപനം. ഇല്ല, അത് AICC ആണ് തീരുമാനിക്കേണ്ടത്. കയ്പമംഗലം സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള TN പ്രതാപന്റെ നാടകം പൊളിഞ്ഞു. കയ്പമംഗലം സീറ്റ് ആവശ്യപ്പെട്ട് പ്രതാപൻ അയച്ച കത്ത് രാഹുൽ ഗാന്ധി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വായിച്ചു. കത്ത് പുറത്തായതോടെ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് വിവാദം അവസാനിപ്പിക്കാൻ TN പ്രതാപൻ രംഗത്തെത്തി. സീറ്റ് ആവശ്യപ്പെട്ട് TN പ്രതാപൻ കത്ത് അയച്ചിട്ടില്ലെന്ന് മുഗൾ വാസ്നിക്കും പറഞ്ഞു. മത്സരിക്കാനില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച TN പ്രതാപൻ കയ്പമംഗലത്ത് സ്ഥാനാർത്ഥിയാക്കണമെന്ന് അഭ്യർത്ഥിച്ച തനിക്കയച്ച ഇമെയിൽ സന്ദേശം രാഹുൽ ഗാന്ധി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ വായിച്ചതോടെയാണ് TN പ്രതാപന്റെ പ്രതിച്ഛായ പൊയ്മുഖം അഴിഞ്ഞു വീണത്. VS സുനിൽകുമാർ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ വിജയസാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞ പ്രതാപൻ കയ്പമംഗലത്തെ സ്ഥാനാർത്ഥിയാകാൻ രഹസ്യമായി കരുനീക്കം നടത്തുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നിർബന്ധം സഹിക്കവയ്യാതെയാണ് സ്ഥാനാർത്ഥിയായതെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് കത്ത് വിവരം പുറത്തുവന്നത്. ഒരു തരത്തിലും അത്തരത്തിൽ ഒരു കത്ത് അയച്ചിട്ടില്ല, 100% അടിസ്ഥാനരഹിതമാണ്. സ്ഥാനാർത്ഥിയാകുന്നതിന് മുന്നോടിയായി ദുബായിൽ കയ്പമംഗലം സ്വദേശികളുടെ യോഗത്തിൽ പ്രതാപൻ പങ്കെടുക്കുന്നതിന്റെ ഫോട്ടോകളും പുറത്തുവന്നു. പ്രതാപന്റെ ഇരട്ടത്താപ്പിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് പ്രസ്താവനയിറക്കിയതോടെ പ്രശ്നം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരായും മൂർച്ഛിച്ചു. കയ്പമംഗലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്ന ശോഭാ സുബിനും പ്രതാപനെതിരെ രംഗത്ത് വന്നു. തൃപ്രയാർ ഡിവിഷൻ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്തിൽ 6500ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായിരുന്ന LDFന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് കയ്പമംഗലം നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന 2 പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുന്ന സ്ഥലത്താണ്. ആ തീരുമാനത്തിൽ നിന്നാണ് കയ്പമംഗലം നിയോജകമണ്ഡലത്തിലേക്ക് മത്സരിക്കണം എന്ന് പറയുന്ന നിർദ്ദേശം പാർട്ടി തരാൻ തയ്യാറായതും ഞാൻ മാനസികമായിട്ട് അതിന് തയ്യാറായതും. കൊച്ചിയിൽ മടങ്ങിയെത്തിയ പ്രതാപനാകട്ടെ താൻ ഇനി മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിവാദത്തിന് വിരാമമിടാൻ ശ്രമിച്ചു. വിവാദത്തിൽ നിന്ന് പ്രതാപനെ രക്ഷിക്കാനായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് പ്രതാപൻ കയ്പമംഗലം ആവശ്യപ്പെട്ട് കത്ത് അയച്ചിട്ടില്ലെന്ന് വിശദീകരിച്ചു. A similar letter he had sent to Congress Vice President Rahul Gandhi ji informing him that he would like to withdraw from the contest. പ്രതാപനെ രക്ഷിക്കാനായി മുകുൾ വാസ്നിക് നടത്തിയ പ്രസ്താവനയെ കോൺഗ്രസ് നേതാക്കൾ പോലും മുഖവിലക്കെടുക്കുന്നില്ല. മത്സരിക്കുന്നത് സംബന്ധിച്ച് 3 തവണ നിലപാട് മാറ്റിയ TN പ്രതാപനാകട്ടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടതിന്റെ തീരാ ദുഃഖത്തിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്.
കോഴിക്കോട് കൊയിലാണ്ടിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. എൻ സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ കെ.പി. അനിൽകുമാറിന്റെ അനുയായികൾ പ്രതിഷേധ പ്രകടനം നടത്തി. നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ചു. UDF സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടിയിൽ ദിവസങ്ങളായി തുടരുന്ന വടംവലിയാണ് പരസ്യമായ പ്രതിഷേധങ്ങളിലേക്ക് എത്തിയത്. അവസാന നിമിഷം കൊയിലാണ്ടിയിൽ എൻ സുബ്രഹ്മണ്യനെ UDF സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ കൊയിലാണ്ടിയിൽ പരസ്യ പ്രതിഷേധവുമായി 200-ലേറെ കോൺഗ്രസ് പ്രവർത്തകരാണ് രംഗത്തെത്തിയത്. ചേമഞ്ചേരി, പയ്യോളി, ചെങ്ങോട്ടുകാവ് തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രകടനങ്ങൾ നടന്നു. സോളാർ ആരോപണ വിധേയനായ എൻ സുബ്രഹ്മണ്യനെ മാറ്റണമെന്നും പേയ്മെന്റ് സീറ്റാണെന്നും ആരോപിച്ച് പ്രവർത്തകർ നഗരത്തിലുടനീളം പോസ്റ്ററും പറിച്ചിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന കെ.പി. അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരുമെന്ന് കെ.പി. അനിൽകുമാർ അനുയായികൾ പറഞ്ഞു. ഇത്തരം വിവാദത്തിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുമ്പോൾ യാതൊരുവിധ ആരോപണങ്ങൾക്കും വിധേയനാവാത്ത ഒരാൾ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ മറികടന്ന് എന്തിനു വേണ്ടിയാണ് ഈ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നെന്നുള്ളത് ഞങ്ങളും മേൽക്കമ്മിറ്റിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്തരം രീതിയിലേക്ക് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്ക് ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ട മണ്ഡലമായി ചരിത്രത്തിൽ എന്നും കോൺഗ്രസിനോടൊപ്പം നിന്ന കൊയിലാണ്ടി അത് CPM-നോടൊപ്പം പോകുമെന്നുള്ള കാഴ്ചപ്പാട് കൊയിലാണ്ടിയിലെ കോൺഗ്രസുകാർക്കും യൂത്ത് കോൺഗ്രസുകാർക്കും KSUക്കാർക്കും UDF-ന്റെ മൊത്തം പ്രവർത്തകർക്കും കൊയിലാണ്ടിയിലെ ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നതിനാൽ വിഷയം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലെത്തിക്കാനും പ്രവർത്തകർ ശ്രമിച്ചു. जरूरत की बात नहीं है और ऐसा है इधर कोई ऐसे असाधारण आदमी भी ऐसे अनिल कुमार जी को मानता है. अनिल कुमार इधर 5 साल के अंदर बहुत सारे काम किया है, तो इसलिए ICC को मैं रिक्वेस्ट करता हूँ कोई हालत में इधर NS को इधर नहीं डालने का. इधर जरूर अनिल कुमार जी है. സുബ്രഹ്മണ്യന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടി മണ്ഡലം മഹിളാ കോൺഗ്രസ് ഭാരവാഹി ശ്രീജാറാണി ഉൾപ്പെടെ നിരവധി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ രാജിവെച്ചിട്ടുണ്ട്. എൻ സുബ്രഹ്മണ്യൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തിയാൽ നിസ്സഹരണം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കെ.പി. അനിൽകുമാർ അനുയായികളുടെ തീരുമാനം. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ. അങ്കമാലി, കോതമംഗലം, മൂവാറ്റുപുഴ സീറ്റുകളാണ് പരിഗണിക്കുന്നത്. ആരുടെ പിന്തുണ ലഭിച്ചാലും സ്വീകരിക്കുമെന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കി. മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മത്സരരംഗത്ത് വരുന്ന പക്ഷം ഞാൻ തെരഞ്ഞെടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് മൂവാറ്റുപുഴ, കോതമംഗലം, അങ്കമാലി ഈ 3 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലുമാണ്. ആ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും മത്സരിക്കുമ്പോൾ മത്സര രംഗത്ത് സ്ഥാനാർത്ഥിയായി വന്നാൽ ആരുടെ പിന്തുണയും സ്വീകരിക്കുന്നതിൽ ഒരു മടിയുമില്ല. വി സുരേന്ദ്രൻപിള്ള കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻപിള്ള നേമത്ത് സ്ഥാനാർത്ഥിയായേക്കും. ഇതിനായി JDU നേതൃത്വവുമായി ആശയവിനിമയം നടത്തി. കടുത്തുരുത്തി സീറ്റ് വിജയസാധ്യതയില്ലാത്തതാണെന്ന് സുരേന്ദ്രൻപിള്ള ആവർത്തിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനാണ് സുരേന്ദ്രപിള്ളയുടെ തീരുമാനം. ഇതിനായി JDU-വുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. പുതിയ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുരേന്ദ്രപിള്ള കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗം വിളിച്ചത്. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതായി സുരേന്ദ്രപിള്ള അറിയിച്ചു. ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന കടുത്തുരുത്തി സീറ്റ്, ആ സീറ്റിൽ മത്സരിച്ച് വിജയിക്കാമെന്നുള്ള ഞങ്ങളുടെ ചെയർമാന്റെ ആഗ്രഹം അത് മെയ് 19-ാം തീയതി ആകുമ്പോൾ ആസ്ഥാനത്താകുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നല്ലവണ്ണം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്കിംഗ് ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു. തന്നോടൊപ്പം തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും രാജിവെച്ചതായി സുരേന്ദ്രപിള്ള അവകാശപ്പെട്ടു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ജനതാദൾ നേതാവ് വീരേന്ദ്രകുമാറുമായി കോഴിക്കോട് വെച്ച് സുരേന്ദ്രപിള്ള ചർച്ച നടത്തിയിരുന്നു. JDU-വിൽ ചേരുന്നതിനുള്ള ആശയവിനിമയം ആരംഭിച്ചു കഴിഞ്ഞതായി സുരേന്ദ്രപിള്ള പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സുരേന്ദ്രപിള്ള ഇത്തവണ തിരുവനന്തപുരം സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മൂന്നാർ കാറ്ററിംഗ് കോളേജ് കാനഡയിലെ റോയൽ റോഡ്സ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ മറ്റ് രാജ്യങ്ങളിൽ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. കൂടുതൽ തൊഴിൽ സാധ്യതകളാണ് ഇത്തരം സംരംഭങ്ങളിലൂടെ വളർന്നു വരികയെന്ന് മുൻ അംബാസിഡറും ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാനുമായ ഡോക്ടർ ടി.പി. ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ റോയൽ റോഡ്സ് യൂണിവേഴ്സിറ്റി പ്രതിനിധികളായ ടെഷ വെൽച്ച്, യുജിൻ ലോൺസൺ, റോയൽ ഗ്രൂപ്പ് ചെയർമാൻ ടിസാൻ തച്ചങ്കരി, മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഡയറക്ടർ മേരി ടിസാൻ തച്ചങ്കരി എന്നിവർ പങ്കെടുത്തു.